നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ടീച്ചർ, അതെന്താ ഇപ്പൊ കാണിച്ചേ? ഒന്നുകൂടെ കാണിച്ചേ. അതെ, ഈ നാട്യശാസ്ത്രം ഒന്നും കുട്ടിക്ക് മനസ്സിലാവില്ല. അങ്ങനെ പറയുമ്പോ കാണിക്കാനൊന്നും പറ്റില്ല. ടീച്ചർ ഇപ്പൊ കാണിച്ച തെറ്റാ. അനാവശ്യം പറയരുത്. ഞാൻ കുറച്ചു നാളായി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഓ, അത് ശരി. അപ്പോ കുട്ടികളെല്ലാം ഈ തെറ്റ് തന്നെയാ പഠിപ്പിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അവർക്കൊന്നും അത് മനസ്സിലായി കാണില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ പഠിപ്പിച്ച കുട്ടികളുടെ ഭാവി നന്നാവുമല്ല, ഇല്ലാതായി പോവത്തേ ഉള്ളൂ. എന്നാ പിന്നെ അത്രയ്ക്ക് മിടുക്കിയാണെങ്കിൽ താനൊന്ന് കാണിച്ചേ. പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു, അറിയാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത് കേട്ടോ. ശ്രുതിമോളെ, ഇത് ശ്രദ്ധിക്കേ. ഇപ്പൊ ഈ ടീച്ചർ കാണിച്ചെന്നില്ലേ, അത് ആന്റി കാണിച്ചുതരാം. അപ്പൊ ഡാൻസ് ടീച്ചറിന്റെ പണിയും പോയി. ഇവക്ക് ഇതൊക്കെ അറിയായിരുന്നു. ഇനി ശ്രുതിമോളൊന്ന് കളിച്ചേ. അങ്ങനെയല്ല, പൊക്കി പിടിക്കണം. One, two, three, four. Teya, te, teya, te, teya, te, teya, te, teya, te. Teya, te, teya, te. Teya, te. അപ്പൊ ഇതാണ് ശരിക്കുള്ള ഡാൻസ് പഠിപ്പിക്കുക. തെയ്യാ തേ. നല്ല കുട്ടി. ടീച്ചറെ, അറിയാൻ വയ്യെങ്കിൽ കുട്ടികളെ തെറ്റ് പഠിപ്പിക്കരുത്. ഇനി എന്നെ ദേവി ആന്റി ഡാൻസ് പഠിപ്പിച്ചാൽ മതി. എന്നാ പിന്നെ ഞാൻ എന്റെ പാട്ടിന് പോയേക്കാം. ഇയാളെ പഠിക്കോ പഠിപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ടീച്ചറെ പോലെ പറയട്ടെ. എടി പെണ്ണെ, നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ? എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നേ? മര്യാദയ്ക്ക് നീ വന്ന കാര്യം നോക്കിയാ മതി. ഡാൻസിന്റെ ഡെക്കറേഷനും അറിയാല്ലേ? അതെ, എന്റെ 5-ാം വയസ്സ് മുതല് ഞാൻ പഠിച്ചു തുടങ്ങിയതാ ഡാൻസ്. ഓ, 15 വർഷം പഠിച്ചു. ഭരതനാട്യവും മോഹിനിയാട്ടവും കേരള നടനവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ശ്രുതിമോളെ, ഇനി ഞാൻ ഡാൻസ് പഠിപ്പിച്ചോളാം. എന്നാ പിന്നെ നമുക്കത് ഒന്നുകൂടി നോക്കിയാലോ? ഞാൻ റെഡി. തെയ്യും തെയ്യും താഹ തെയ്യും തത്ത തെയ്യും താഹ. സാറിന് ചായ കൊടുത്തില്ല. തെയ് തെയ് ദിത്തി തെയ് 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 ദിത്തി തെയ് തെയ് തെയ്. ഇതാ ഡോക്ടറെ, ചായ കുടിക്കും. എന്താണോ സ്വാമി അവിടെ ഒരു ഒച്ചമ്പഹളം കേട്ടത്? ആ ഡാൻസ് ടീച്ചർ വന്നതിന്റെ ആണോ? അല്ല, അവര് പോയതിന്റെ. ആഹാ, അവര് പോയോ? അതെന്ത് പറ്റി? അവരിതുവരെ പഠിപ്പിച്ചത് മുഴുവൻ തെറ്റായിരുന്നു. ഡാൻസ് അറിഞ്ഞൂടാ, ഒരു ചുക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചറിയാം. അതൊക്കെയാ ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ദേവിക കുട്ടി വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അതോടെ ആ ടീച്ചർ അങ്ങ് പോയി. ഇനി ദേവിക കുട്ടി ശ്രുതി മോളെ ഡാൻസും കൂടി അങ്ങോട്ട് പഠിപ്പിക്കും. അത് നന്നായി. ഇന്നു മുതൽ ആന്റി എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത്. അത് കൊള്ളാലോ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്.
മോള് അതൊന്നും ചെയ്യണ്ട. ആ ജോലിയൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു ജോലിയാണോ? എന്റെ അച്ഛനും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തില്ല, എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തോളൂ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കും ജോലിയൊക്കെ ചെയ്തിട്ട് അത് നമ്മൾ അറിയാതിരിക്കാൻ മുഖത്തൊരു കള്ളച്ചിരിയും വരുത്തിയുള്ളൊരു നിൽപ്പുണ്ട്. ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ടാ ആദ്യമേ ഉള്ള ഈ ചിരി. അത് കാണുമ്പോ എനിക്ക് മനസ്സിലാവും വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തിട്ടുണ്ടാവുന്ന്. ചിലപ്പോ മുറ്റത്തെ ഭാരമുള്ള ചെടിച്ചട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. പിന്നെ വീടിന്റെ മുകളിൽ കയറി വാട്ടർ ടാങ്ക് കഴുകും. അതൊക്കെ ആരെങ്കിലും വിളിച്ച് ചെയ്യിച്ചോളാന്ന് പറഞ്ഞാലോ അത് കേൾക്കില്ല. ഞാനില്ലാത്ത സമയം നോക്കി അതൊക്കെ അങ്ങ് ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ എന്റെ അച്ഛന്റെ മുറി അത് മാത്രം വൃത്തിയാക്കാൻ ഞാൻ വേറെ ആരെയും സമ്മതിക്കില്ല. അതെന്നും ഞാൻ തന്നെയായിരുന്നു വൃത്തിയാക്കിയിരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഡോക്ടർക്ക് എന്റെ കഥ കേട്ടിട്ട് ബോറടിച്ചോ? ഏയ്, മോളിങ്ങനെ ഓരോന്ന് പറയുമ്പോ ഞാനതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു. ഒരച്ഛന് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. ഭാഗ്യം ചെയ്ത അച്ഛന്. അയ്യോ, ഇത് തന്നെ അച്ഛൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. പക്ഷെ പോയില്ലേ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അല്ല ഡോക്ടറെ, ഇപ്പോഴും ഈ ചക്രത്തിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ഇതിൽ നിന്ന് ഇരുന്നിക്കണ്ടേ? കുറച്ചുകൂടി കഴിയട്ടെ എന്നാ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. അതൊന്നും സാരമില്ല. ഈ മുറിക്കകത്തും വീൽ ചെയറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചടഞ്ഞു മൂടിയിരുന്ന മനസ്സ് മരവിക്കും. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? കുറച്ച് ശുദ്ധമായി കിട്ടട്ടെ. വീഴൊന്നുമില്ല. എവിടെയെങ്കിലും വീണു എന്ന് തോന്നിയാ എന്റെ കൈ മുറുകെ പിടിച്ചാ മതി. എന്നാ പിന്നെ നമുക്കിത്തിരി കാറ്റ് കൊണ്ടാലോ?